കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് ന്യൂഡൽഹി. അജയ് മാക്കനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ബിജെപിക്ക് വേണ്ടി മീനാക്ഷി ലേഖിയാണ് രംഗത്തുള്ളത്. ഇരു മുന്നണികൾക്കും ശക്തമായ മറുപടി നൽകാൻ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ആശിഷ് കേതൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. ഗുജറാത്ത് കലാപത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ തെഹൽക്കയിലൂടെ പുറത്തുവിട്ടാണ് ആശിഷ് കേതൻ ശ്രദ്ധേയനായത്. പിന്നീട് ഗുലയിൽ വെബ് പോർട്ടൽ സ്ഥാപിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പ്രവർത്തനങ്ങളിൽ ആകർഷനായി മത്സരിക്കാൻ ഇറങ്ങുകയായിരുന്നു. People are turning out in such large numbers. You can see that they are all in support of the AAP. നരേന്ദ്രമോദിക്കെതിരെ പ്രചരണം നടത്തുന്ന കെജ്രിവാളിന് ഖേതനെ പോലുള്ളവരുടെ വരവ് ഗുണം ചെയ്യും. കഴിഞ്ഞ തവണ ഡൽഹിയിൽ കിട്ടാതെ പോയ മുസ്ലിം വോട്ടുകൾ പാർട്ടി ലക്ഷ്യം വെക്കുന്നുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചരണം പ്രവർത്തകർ നേരത്തെ ആരംഭിച്ചിരുന്നു. ഇത്തരം പ്രചരണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിക്കൊടുക്കാൻ നിർണായകമായത്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. റോഡ് ഷോകളിലൂടെ മണ്ഡലത്തിൽ മുഴുവൻ പര്യടനം നടത്തിക്കഴിഞ്ഞു ആശിഷ് കേതൻ. ദേശീയ നേതാവ് അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിനെത്തിയതോടുകൂടി ഡൽഹിയിലെ പ്രചരണം കൊഴുക്കുകയാണ്. ഇത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.